അരുൺ, ഇപ്പോൾ ഈ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ഇടതുപക്ഷവും ഏറ്റവും കൂടുതൽ ഭയന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ തരംഗം ഒരു അടിയൊഴുക്കായി ഉണ്ടാകാമെന്നും അത് വേണമെങ്കിൽ വലിയൊരു തിരിച്ചടിയായി മാറാമെന്നുമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു ഭയാശങ്ക സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നപ്പോൾ അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ ക്യാപിറ്റലായിട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസും വലതുപക്ഷവും കേരളത്തിൽ കണ്ടത്. അതുകൊണ്ടാണ് അവർ 20-20 സീറ്റും ഇക്കുറി നേടുമെന്നൊക്കെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല കാരണങ്ങളാൽ സി പി എമ്മിന് അഡ്വാൻറ്റേജ് കിട്ടുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പത്മജ വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത്. അത് സി പി എമ്മിന് കൊടുത്തൊരു മുൻകൈ ചെറിയ കാര്യമായിരുന്നില്ല. അനിൽ ആൻ്റണി നേരത്തെ തന്നെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയെങ്കിലും അദ്ദേഹം പത്തനംതിട്ട സീറ്റിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. പിന്നീട് എ കെ ആൻ്റണിയെ പോലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ എ കെ ആൻ്റണിയെ കാലഹരണപ്പെട്ട നേതാവ് എന്ന് പറയുന്നു പത്തനംതിട്ടയിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ അതെല്ലാം നല്ല രീതിയിൽ പ്രചാരണായുധമാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ലല്ലോ, കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനെ തന്നെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന മട്ടിൽ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാവുന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള വിമർശനവും സി പി എമ്മിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സൂററ്റിൽ ഇന്നിപ്പോൾ നമ്മളിരിക്കുമ്പോൾ ഈ 543 സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. ആ അർത്ഥത്തിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ പല കാര്യങ്ങളാൽ ഒരു അഡ്വാൻറ്റേജ് സി പി എമ്മിന് കിട്ടുന്നതിന് സഹായകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. അതെല്ലാം തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇ പി ജയരാജനെ പോലൊരു എൽ ഡി എഫ് കൺവീനർ പ്രകാശ് ജാവ്ദേക്കർ എന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുമായി ഒരു ചർച്ച നടത്തിയെന്നുള്ള വിവാദം രൂപപ്പെടുന്നത്. ആ വിവാദത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ വന്നത് ചെറുതല്ലാത്തൊരു പ്രതിസന്ധിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമല്ലല്ലോ വിഷയം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കെ മുരളീധരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അന്തർധാരയുണ്ട് എന്നാണ്. ഈ തൊട്ട് തലേ ദിവസം നമ്മുടെ ടി എൻ പ്രതാപൻ ഒരു കണക്കുകൂടി അവതരിപ്പിച്ചു. അതായത് ഒരു പോളിംഗ് ബൂത്തിൽ 25 വോട്ട് വെച്ച് ഏതാണ്ട് 38,000 വോട്ടിൻ്റെ ഒരു ധാരണ കേഡർമാരെ കൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യിപ്പിച്ചൊരു 38,000 വോട്ടിൻ്റെ ധാരണ സി പി എമ്മും ബി ജെ പിയുമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന പ്രചാരണം ടി എൻ പ്രതാപൻ തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടാക്കുന്നു. കേരളത്തിലുടനീളം ഈ പ്രചാരണം കോൺഗ്രസ് നടത്തുന്നു. അവർക്ക് ഈ പത്മജ പോയതിൻ്റെയും അനിൽ ആൻ്റണി ഉണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെയും സുധാകരൻ തന്നെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളുടെയൊക്കെ ഘട്ടത്തിൽ ഒരു അന്തർധാരയുണ്ട് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസുകളുടെ അന്വേഷണമൊക്കെ വഴിമുടങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതൊന്നും അവസാനിക്കില്ല, യഥാർത്ഥത്തിലൊരു കൺക്ലൂഷനിലേക്ക് എത്തില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദല്ലാൽ നന്ദകുമാർ വന്ന് പറയുന്നത് ഇ പി ജയരാജനുമായി ഒരു ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഡീലിൻ്റെ ഉപാധിയായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കേസെല്ലാം ഒതുക്കി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പല തരത്തിൽ ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ദിവസം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അതിനെ ആ കാര്യങ്ങളെല്ലാം പ്രതിരോധിക്കുന്നതിൽ ജയരാജൻ വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. ഈ വളരെ 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 വീക്കായ ഒരു പ്രതിരോധമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഈ വളരെ യഥാർത്ഥത്തിൽ പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിലൊരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായിട്ട് അതുകൊണ്ടെന്നേ ജയരാജന്. ഇപ്പോൾ ജയരാജൻ എന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്ത് ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ വെച്ച് 90 വയസ്സിന് മുകളിലുള്ളൊരു വൃദ്ധയായ സ്ത്രീയെ ഷാൾ അണിയിച്ചു. ആ സമയത്ത് അതിലേ കൂടി എങ്ങാണ്ട് നന്ദകുമാർ പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വിശ്വസനീയമായ കാര്യമല്ല. ദല്ലാൽ നന്ദകുമാറുമായി നല്ല ബന്ധം ജയരാജനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ദല്ലാൽ നന്ദകുമാറാണ് ജയരാജനെ ട്രാപ്പ് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കേസിൽ. കാരണം വെച്ചാൽ ദല്ലാൽ നന്ദകുമാറാണല്ലോ ജയരാജനെ വിളിച്ചിട്ട് പ്രകാശ് ജാവ്ദേക്കർക്ക് ഒന്ന് കാണണമെന്ന് പറയുന്നത്. ദല്ലാളുമായുള്ള ബന്ധം കൊണ്ടായിരിക്കുമല്ലോ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഏതായാലും അത്തരം കൂട്ടുകെട്ടുകളെ കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത് അതൊരു വലിയ ജാഗ്രത കുറവായിപ്പോയി എന്ന് പരസ്യമായി പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ആ പരസ്യമായ ആ പ്രതികരണത്തിൽ അത് അവസാനിപ്പിക്കാൻ കഴിയുന്നു. കാരണം വെച്ചാൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഇ പി ജയരാജൻ സി പി എമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇ പി ജയരാജനെ പോലെ എൽ ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് ഒരു പദവിയിലിരിക്കുന്നയാൾ, സി പി എമ്മിൻ്റെ ഉയർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ ഈ പറയുന്ന ബി ജെ പിയുമായി ചില രഹസ്യധാരണകൾക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ച്. സി പി എമ്മിന് അത് സി പി എമ്മിൻ്റെ അനുയായികളോടും അണികളോടും ഈ കേരളത്തോടും വിശദീകരിക്കേണ്ടി വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ഒരു പ്രതികരണത്തിലേക്ക്, നടപടിയിലേക്കൊക്കെ പോകേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എൽ ഡി എഫ് കൺവീനർ കൂടിയാണ്. ഇത് സി പി എമ്മിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഒരു മുന്നണിയുടെ കൺവീനർ കൂടിയാണ്. ആ മുന്നണിയുടെ വിശ്വാസ്യത പ്രശ്നമുണ്ട്. ആ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും അവർക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന
ഒരാൾ നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് അതിന് താഴെ ഇരുന്ന് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ കോൺഗ്രസ്സുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ? ഈ KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? എപ്പോഴും സുധാകരനെ ന്യായീകരിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് KPCC പ്രസിഡന്റ് ആയിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന നേതാക്കൾക്കൊക്കെ വരേണ്ടി വരുന്നു എന്നതുപോലെ LDF കൺവീനറായിരിക്കുന്ന ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഇനി എന്തെല്ലാം പറയാനിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു തന്നെ വളരെ കൂടുതലാണ്. അത് വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാവിയിലും പുതിയ പുതിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഞാൻ വിചാരിക്കുന്നില്ല CPM ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന്, LDFിലെ ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന്. ആ അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു നടപടിയിലേക്ക് പോകേണ്ടി വരും. ആ നടപടി അനിവാര്യമാണ്, അത് അടിയന്തരവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിരോധവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളിലൂടെ സൃഷ്ടിക്കാനോ വ്യക്തത വരുത്താനോ എന്താ പറയുക, ആളുകൾക്ക് കൺവിൻസിംഗ് ആയി കാര്യങ്ങൾ അവതരിപ്പിക്കാനോ EP ജയരാജന് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. EP ജയരാജൻ ഈ സമയത്തൊരു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധി അവർക്ക് മറികടന്നേ പറ്റൂ. അതിന് അനിവാര്യമായ നടപടികളിലേക്ക് അവർ കടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ CPMൻ്റെയും LDFിൻ്റെയും രാഷ്ട്രീയമായ ഒരു സുതാര്യതയ്ക്ക് അനിവാര്യമാണ്. Meet the editors.